ഗൈസ് നമ്മൾ സ്ട്രൈക്ക് ഡിസൈൻസ് ആണ്. അപ്പം ഇന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് വന്നത്. കാരണം ഈ നമ്മൾ ഒരു ഗ്രാഫ് അടിച്ച ഒരു റീഡിറ്റബിൾ ലിവറി ഇറക്കണോ വേണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇറക്കണം എന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് പരീക്ഷ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പക്ഷേ കുറച്ച് തിരക്കായിപ്പോയി. ഓക്കെ, അതാണ് എനിക്ക് ഇറക്കാൻ പറ്റാത്തത്. എന്തായാലും അത് ഉടനെ റിലീസ് ചെയ്യും. ഈ ശനി അല്ലെങ്കിൽ ഞായറാഴ്ച റിലീസ് ചെയ്യും. ഓക്കെ, അപ്പം പിന്നെ അത് പറയാൻ മാത്രമല്ല വേറൊരു കാര്യങ്ങളാണ് പറയാൻ വന്നത്. കുറേ പേര് കമൻറ്റ് ബോക്സിലായിട്ട് പല വീഡിയോയിലും ഇട്ടുന്നുണ്ട്. ഖലീഫ ചെയ്യൂ ബ്രോ, സോണിക്ക് ചെയ്യൂ ബ്രോ, സോണിക്ക് ചെയ്യൂ ബ്രോ, കൊമ്പൻ കൊമ്പൻ ബോംബെ ഇറക്കും ബ്രോ എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ഗ്രാഫിൽ കിട്ടിയാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അതാണ് ഞാൻ ഒന്നും ഇറക്കാത്തത്. എനിക്ക് ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അവരാരും തരുന്നില്ല. അപ്പം ഫോണിൽ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ചെയ്യണമെങ്കിൽ വെക്കേഷൻ ആവണം. കാരണം ഇപ്പം ചെയ്താൽ ഇത് ചെയ്തിറക്കാൻ പറ്റും. പക്ഷെ എൻ്റെ പഠിത്തം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, സ്റ്റോപ്പാവും. അപ്പോൾ അത്രയും മെനക്കെട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ഗ്രാഫ്. അതുകൊണ്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഇനി മുതൽ ഈ ഒരു വർഷം അല്ലെങ്കിൽ കൂടിപ്പോട്ട് 2027 അല്ലെങ്കിൽ 2026 നമ്മൾ ഗ്രാഫ് അടിച്ച ATPL, അതായത് കൊമ്പൻ, സോണിക്ക്, അതൊക്കെ വരും മോഡലിൽ നമ്മൾ റിലീസ് ചെയ്ത് തരും. ഓക്കെ, ഇല്ലെങ്കിൽ ഇറങ്ങിയ മോഡിൽ തന്നെ നമ്മൾ ഒന്നും കൂടി റിലീസ് ചെയ്ത് തരും. ഓക്കെ, അപ്പം അങ്ങനെ. അപ്പം നമ്മൾ ഭാഗത്ത് ഇനി നോൺ റീഡിറ്റബിളായ ഗ്രാഫ് വണ്ടിയിൽ ഇറങ്ങത്തില്ല. ഞാൻ മാക്സിമം കളർ കോഡ് വണ്ടിയും കൂടെ ഇറക്കാൻ നോക്കും. അതായത് അതും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതും ഇറക്കത്തില്ല. അതിൻ്റെ വീഡിയോ ഞാൻ പറയാം. പിന്നെ ഗ്രാഫ് വണ്ടികൾ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ റീഡിറ്റബിൾ ലിവറികൾ വരും. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കളർ കോഡും വരും. പിന്നെ ഒറിജിനൽ വണ്ടിയുടെ ഗ്രാഫ് അടിച്ചിറക്കണ വണ്ടികളാണ് ഇറങ്ങാത്തത്. അത് നമ്മളെ കൊണ്ട് വരയ്ക്കാൻ പഠിച്ച് വരണതേ ഉള്ളൂ. അതുകൊണ്ട് അതിനി ഇന്നത്ര ശരിയാവില്ല. കാരണം ആരും തരില്ല. ഇതിനൊക്കെ ഒപ്പിക്കുമ്പം അത് വേറെ ആരെങ്കിലും ഇറക്കും. എന്നാലും നമ്മൾ ഇറക്കും. കാരണം സീറോ വേറൊരു ആളിറക്കി. പക്ഷേ ഞാനും അതേ മോഡിൽ തന്നെ അവനും ഞാനും ഇറക്കിയത്. അവന് റീച്ച് കുറവാണ്, പക്ഷെ നമുക്കാണ് റീച്ച് കൂടുതൽ. എൻ്റെ അഹങ്കാരമില്ല ഞാൻ പറഞ്ഞത്. കാരണം അതുകൊണ്ട് അതേപോലെ ഇറക്കിയ ചിലപ്പോൾ ഇത് എന്തോ ഭാഗ്യത്തിനാണ് എനിക്ക് റീച്ച് കിട്ടിയത്. ചിലപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ റീച്ച് കിട്ടാതെ വരും. അത് നമുക്ക് രണ്ടുപേർക്കും കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഇറക്കാത്തത്. ബോംബെ ഇഷ്ടം പോലെ ഇറക്കിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം അതെടുത്ത് കളിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും അപ്പം അങ്ങനെ ഗൈസ്. അപ്പോൾ ഇനി മുതൽ ശനി ഞായറും ഇനി അടുത്ത വീഡിയോസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.